ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ സ്നേഹക്കൂട് സീരിയലിലെ നാളെ നടക്കാവുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റോട് കൂടി കാണിച്ചത് വേറൊന്നും അല്ല, ഇന്ദ്രനാണെങ്കിൽ പൂർണ്ണിമ അവിടുത്തെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഋതു പോയി എന്ന് പറയണം. അത് കേൾക്കണ പൂർണ്ണിമക്ക് ആകെ ഷോക്ക് ആവാണ്. പൂർണ്ണിമ വേഗം തന്നെ നമ്മുടെ ഋതുവിൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം ചോദിക്കുമ്പോഴേക്കും ഋതു ചോദിക്കുന്നുണ്ട്, ഹോ അപ്പോഴേക്കും നീ ഇവിടെ വന്നിട്ട് എല്ലാം പറഞ്ഞു അല്ലേ, പിന്നെ പറയണ്ടേ, എന്റെ കുഞ്ഞിനെയാ നീ ഇല്ലാതാക്കാൻ പോയത്, അതുകൊണ്ട് ഞാൻ നിന്റെ അമ്മയടുത്ത് സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും പൂർണ്ണിമ ചോദിക്കണ്ടേ, ഋതു ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണോന്ന്. അപ്പോ ഋതു പറയുന്നുണ്ട്, അതെ സത്യമാണ്, ഞാൻ അവന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നോക്കി, ഇപ്പോഴെന്നല്ല ഇനി എപ്പോ എനിക്ക് അവസരം കിട്ടിയാലും ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഋതു പറയുമ്പോൾ തന്നെ ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കണ ഋതുവിന്റെ മുഖത്തേക്ക് പൂർണ്ണിമ. അതിനുശേഷം പറയണ്ട, നാണമില്ലേടി നിനക്ക് എന്ന് പറയാണ്. ഋതു വിഷമം കൊണ്ട് മുകളിലേക്ക് പോയി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. പിന്നെ പല്ലവി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രന്റെ തനി സ്വഭാവം അച്ചു മനസ്സിലാക്കാണ്. അച്ചു നോക്കുമ്പോഴേക്കും ഇന്ദ്രനും നമ്മുടെ പ്രതാപനും കൂടി സംസാരിക്കുന്നത് അച്ചു കേൾക്കുന്നുണ്ട്. അപ്പൊ പ്രതാപൻ ഇങ്ങനെ ചോദിക്കണ്ടോ, താൻ നന്നാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, സത്യം പറ, താൻ നന്നായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എടോ, എനിക്കിവിടെ പിടിച്ചു നിൽക്കണ്ടേ, നോക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മ പടിയിറക്കി പിണ്ടം വെച്ചു, അപ്പോ എനിക്ക് എവിടെയെങ്കിലും ഒരു പിടിച്ചു നിൽക്കണ്ടേടോ, അതിനെ വേണ്ടിയിട്ട് ഞാനിവിടെ നിൽക്കണത്. ഓ അങ്ങനെ, അല്ല തനിക്ക് ഋതുവിനോടും കുഞ്ഞിനോടും ഒരു സ്നേഹം പോലും തോന്നിയിട്ടില്ലേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോ ഇന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല എന്ന് പറയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ അച്ചു കേൾക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അച്ചു ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പല്ലവി എടുത്ത് വന്ന് പറയുന്നുണ്ട്, പല്ലവേച്ചി, ഞാൻ ഇന്ന് മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് നിലത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇന്ദ്രന്റെയും അതുപോലെ തന്നെ അങ്കിളുടെയും സംസാരം ഞാൻ കേൾക്കാനിടയായി. ആ സമയത്ത് അങ്കിള് ഇന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് നിന്റെ കുഞ്ഞിനോടും ഋതുവിനോടും എന്തെങ്കിലും ഇഷ്ടോ കരുതലോ ഉണ്ടോന്ന് അങ്കിള് ചോദിച്ചപ്പോ ആ ഇന്ദ്രൻ എന്താ പറഞ്ഞെന്നറിയാവോ? എന്താ പറഞ്ഞതെന്ന് പല്ലവി ചോദിക്കുമ്പോ, അവനെ ഒരു തരിമ്പ് പോലും സ്നേഹമില്ലെന്ന്, അവൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് കാണിച്ചു കൂട്ടാന്നാ പറഞ്ഞത്. പല്ലവി പറയുന്നുണ്ട്, അതെനിക്കും മനസ്സിലായി, കാരണം ഇന്ന് അല്ലെങ്കിൽ അവൾക്ക് അടി കിട്ടാൻ വേണ്ടി തന്നെ അവൻ ആ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയില്ലായിരുന്നല്ലോ പൂർണ്ണിമാമടുത്ത്. അവൻ പൂർണ്ണിമാമടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു തന്നെ ഈ ഋതുവിനിട്ട് രണ്ട് അടി കിട്ടാൻ വേണ്ടി തന്നെയാണ്. പിന്നെ അവന്റെ ഇപ്പത്തെ പിടിച്ചു നിൽപ്പെന്ന് പറഞ്ഞത് ആ കുഞ്ഞ് തന്നെയാണല്ലോ. അപ്പൊ ഋതു അതിനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവനിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് എന്തായാലും അപ്പൊ അച്ചു വേണ്ട സേതുവേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം ഇടത്തി, കാരണം സേതുവേട്ടന് അവന് വിശ്വാസമാണെന്നാ എനിക്ക് തോന്നുന്നത്. സേതുവേട്ടനോട് പറയണം അവനെ കണ്ണടച്ച് വിശ്വസിക്കാമെന്ന്. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല, സേതുവേട്ടന് ഏറെക്കുറെയൊക്കെ അവന്റെ സ്വഭാവം അറിയാം, ഇവനെ നമ്മൾ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ എന്ന് നമ്മുടെ പല്ലവിയും പറയുന്നുണ്ട്. ശേഷം നമ്മുടെ പല്ലവി റൂമിൽ പോയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സേതുവേട്ടനോട് എങ്ങനെയാ പറയാ, ഇന്ദ്രനെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, അവനെപ്പോഴും പഴയതുപോലെയാണെന്ന് സേതുവേട്ടനോട് എങ്ങനെയാ പറയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാട്ടോ നമ്മുടെ പല്ലവി. ആ സമയത്ത് സേതു പല്ലവിയുടെ പുറകെ കൂടി വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പല്ലവി പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. സേതുവേട്ടാ, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് പേടിച്ചു പോയല്ലോ നീ? അത് ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു. എന്ത് കാര്യങ്ങൾ? അല്ല, ഋതുവിന്റെയും കുഞ്ഞിന്റെയും പിന്നെ ആ ഇന്ദ്രനെ കുറിച്ചു. നീ എന്താ ആലോചിച്ചത്? അത് ഋതു എന്തായാലും ഇനി അങ്ങനത്തെ ഒരു അബദ്ധം കാണിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, കുഞ്ഞിന്റെ കാര്യം. പക്ഷേ ഇന്ദ്രന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയില്ല സേതുവേട്ട എന്ന് പറയാണ്. അതെന്താണ് താൻ അങ്ങനെ പറയണത്? അവന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും വെക്കേണ്ടെന്നാണോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയാ? എനിക്കെന്തോ അവൻ നന്നാവില്ലെന്ന് തന്നെയാ എനിക്ക് തോന്നണത്. എന്താ താൻ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇന്ന് പ്രതാപനോട് ഇന്ദ്രൻ സംസാരിക്കണത് അച്ചു കേട്ടിരുന്നു. പ്രതാപനോട് ഇന്ദ്രൻ പറഞ്ഞത് കുഞ്ഞിനോടും അതുപോലെ തന്നെ ഋതുവിനോടും ഒരു തരിമ്പ് പോലും സ്നേഹമില്ലെന്നാ പറഞ്ഞത്. ഓഹോ, അപ്പൊ അവൻ കാണിക്കണതൊക്കെ അഭിനയമാണെന്നാണ് താൻ പറഞ്ഞത്? അങ്ങനെ ആവാനാണ് ചാൻസ്. പിന്നെ ഇനി അവൻ നന്നാവണമെന്നുണ്ടെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ സേതുവേട്ട എന്ന് പല്ലവി പറയാണ്. അതെന്താടോ, താൻ കാര്യം പറ. വേറൊന്നുമല്ല, ഋതു പ്രസവിക്കുമ്പോ ആ കുഞ്ഞിനെ കാണുമ്പോ അവനെതിൽ മാറ്റം സംഭവിക്കുമെങ്കിൽ അപ്പോൾ മാത്രമേ ഇനി അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരിക്കലും അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അത് താൻ പറഞ്ഞ ശരിയാണ്. ചില ആൾക്കാർ പറയണ പോലെ അല്ലെ, കുഞ്ഞായാലൊക്കെ ശരിയാകുമെന്ന്. ആ ഒരു പ്രതീക്ഷ നമുക്ക് വെക്കാം. അതിലും അവൻ നന്നാവണില്ലെങ്കിൽ അവൻ ഈ ലോകത്ത് ഒരു കാലത്തും അവൻ നന്നാവില്ല. നമുക്ക് നോക്കാം പല്ലവി, അവനെ ഇപ്പൊ കൊണ്ടുവരുമ്പോ തന്നെ 2 ദിവസത്തിൽ അവൻ നന്നാവുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല. അവനെ സമയം കൊടുക്കണം, പതുക്കെ പതുക്കെ അവൻ നന്നാവും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഇന്ദ്രനും പറയാണ്. ഇന്ദ്രനല്ല, നമ്മുടെ സേതു പറയാണ്. പല്ലവി അത് കേട്ടിങ്ങനെ സമാധാനത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രനാണെങ്കിൽ ഋതുവിനോട് ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ നയപരമായിട്ട് പോകണമല്ലോ. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി വരുവാട്ടോ. കൂടെ നമ്മുടെ പ്രതാപനും ഉണ്ട്. പ്രതാപനും ഇന്ദ്രനും കൂടി കുറേ കളിപ്പാട്ടം വാങ്ങിയിട്ട് ഋതുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. മോളെ, ദേ ഇത് കുഞ്ഞിനെ വേണ്ടി വാങ്ങിച്ചതാണ് കുഞ്ഞുവാവേ, ദേ അച്ഛൻ വാങ്ങിച്ച കളിപ്പാട്ടം കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ തൻ്റെ ഒരു കളിപ്പാട്ടം എന്ന് പറഞ്ഞിട്ട് ഋതു എല്ലാം കൂടി നിലത്തിട്ട് പൊട്ടിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പല്ലവി പുച്ഛത്തോടെ നോയിക്കൊണ്ടിരിക്കട്ടോ. കാരണം ഇന്ദ്രൻ ഇതൊക്കെ കാണിക്കണത് എന്തിനാണെന്ന് നമ്മുടെ പല്ലവിക്കും സേതുവിന് ഇപ്പൊ ആ വീട്ടിലെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോഴേക്കും ഇന്ദ്രൻ പറയുന്നുണ്ട്, സേതു കണ്ടില്ല സേതു, ഞാൻ എത്ര സ്നേഹത്തോടെയാണ് കുഞ്ഞൊരോരോ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചുകൊണ്ടത്, എന്നിട്ട് അവൾക്ക് അതൊരു വിലയില്ലാതെ വലിച്ചെറിഞ്ഞ് കണ്ടില്ലേ. അപ്പോഴേക്കും നമ്മുടെ സേതു പറയുന്നുണ്ട്, മോളെ നീ എന്തിനാ കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ടുന്ന കളിപ്പാട്ടങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചത്? ഇയാള് വാങ്ങിച്ചുകൊണ്ടുന്ന കളിപ്പാട്ടമല്ലേ എനിക്ക് വേണ്ട എന്ന് പറയാണ്. അതിന് നിനക്കല്ലല്ലോ കുഞ്ഞിനെ വേണ്ടിയിട്ടല്ലേ വാങ്ങിച്ചുകൊണ്ടത്. എന്തായാലും കുഞ്ഞിനെ ഈ കളിപ്പാട്ടങ്ങൾ വേണ്ട. കുഞ്ഞെ കളിപ്പാട്ടങ്ങൾ മേടിച്ചെടുക്കാൻ സേതുവേട്ടനും അതുപോലെ തന്നെ പല്ലവിയും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ ഇതിനെ ഇയാളുടെ കളിപ്പാട്ടം, ഇയാളൊരു സാധനം കുഞ്ഞിനെ വേണ്ട. അപ്പോൾ നിനക്ക് കുഞ്ഞിനെ കുറച്ച് കരുതലൊക്കെ ഉണ്ടല്ലേ. എനിക്കൊന്നുമില്ല. ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പ്രസവിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് എനിക്ക് സ്വസ്ഥമായിട്ടൊന്നിരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഋതു പറയണം. അങ്ങനത്തെ ഭാഗമാണ് നമ്മൾ നാളെ കാണാൻ പോണേ കേട്ടോ. പക്ഷേ ഋതു പ്രസവിക്കുമ്പോൾ തന്നെ ഋതുവിന്റെ തനി സ്വഭാവം കാണിക്കും കേട്ടോ. അതെ, ഋതു പ്രസവിച്ചു കഴിയുമ്പോൾ ഋതുയുടെ സ്വഭാവം മാറുമൊന്നുമില്ല കേട്ടോ. അപ്പോഴും ആ കുഞ്ഞിനോട് ഒരു പകയും ദേഷ്യവും ഒക്കെയാണ് ഋതുവിന്. ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഋതു എന്തൊരു ഫ്രീ ആയ പോലത്തെ ഒരു പെരുമാറ്റമാണ് കേട്ടോ ഋതുവിടെ. അതായത് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയിട്ട് ഓടിച്ചാടി നടക്കുക, അതിനു വേണ്ടിയാണ് ഋതു നടക്കണത്. അങ്ങനെ കുഞ്ഞാകുമ്പോഴേക്കും കുഞ്ഞിന് ഒരു പാല് കൊടുക്കാൻ പോലും ഋതു റെഡിയാവുന്നില്ല. കുഞ്ഞ് പല്ലവിയുടെ കയ്യിലാട്ടോ. അത് നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ കണ്ടല്ലോ, പല്ലവി വിഷമത്തോടെ നിൽക്കുന്നത്. അത് വേറൊന്നല്ല, പല്ലവി ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ആർക്കും തല തിരിക്കാൻ തോന്നില്ല. കാരണം അത്ര ഒരു ഓമനത്തം തുളുമ്പുന്ന ഒരു കുഞ്ഞാണത്. കണ്ടാൽ ഇന്ദ്രന്റെ തനി രൂപം പോലത്തെ ഒരു കുഞ്ഞ് തന്നെയാണ് കേട്ടോ. പക്ഷെ ആ കുഞ്ഞിന് ഈ പല്ലവിയാണ് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നെഞ്ചോട് ചേർത്ത് ചൂട് കൊടുക്കുന്നത്. പക്ഷെ ഋതു ആണെങ്കിൽ പാല് പോലും കൊടുക്കുന്നില്ല കേട്ടോ. ഒരു നോട്ടുമില്ലാണ്ട് പോകുവാണ്. പിന്നെ ആ കുഞ്ഞിന് ഫോർമുല മിൽക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മുടെ പല്ലവിയും സേതു തന്നെയാണ് അതിനെ നോക്കുന്നത് കേട്ടോ. മിക്കവാറും ആ കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ പല്ലവിനെ ആയിരിക്കും അമ്മ എന്ന് വിളിക്കണത്. എന്തായാലും ഋതുവും ഇന്ദ്രനും അടുത്തൊന്നും ഒന്നാവാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ഒന്നാവാൻ പോകുന്ന 2 പേരുണ്ട്, നമ്മുടെ മയൂരിയും ശ്രീകാന്തും. അതെ, മയൂരിയും ശ്രീകാന്തിന്റെ വിവാഹമാണ് ഇനി നമുക്ക് അങ്ങോട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഈ വരുന്ന വീക്കെൻഡ് പ്രൊമോയിലായിരിക്കും കാണിക്കുന്നുണ്ടാവാം മയൂരിയുടെയും അതുപോലെ തന്നെ ശ്രീകാന്തിന്റെ വിവാഹം. അപ്പോഴും നമ്മുടെ പല്ലവിയും അതുപോലെ തന്നെ സേതുവിനും കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ. അവര് വീട്ടിലോരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും തീർക്കുന്നതിനിടക്ക് അവർക്ക് കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ആയിട്ടില്ല. എന്നാലും നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇന്ദ്രന്റെ കുറച്ച് കപട മുഖങ്ങളാണ്. കളിപ്പാട്ടം കൊണ്ടുവരുന്ന ഇന്ദ്രൻ, അതുപോലെ തന്നെ ഋതുക്ക് ഭക്ഷണം, അതായത് നട്ട്സും ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരാണ്. അപ്പൊ ചോദിക്കാൻ പറഞ്ഞത് എന്റെ കുഞ്ഞിനെ വേണ്ടിയിട്ടാണ്, എന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യം വേണ്ടേ, അതിനെ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഋതുവിനെ വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ ഋതു ഒന്നും കഴിക്കില്ല കേട്ടോ. ഇതിൽ എന്ത് കലക്കിയിട്ടുണ്ടെന്ന് ആർക്കറിയാം. മിക്കവാറും ഇന്ദ്രൻ എന്തെങ്കിലും കലക്കും. എന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ ഋതു അങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും ഋതുവിനെ തെറ്റിദ്ധരിക്കുമല്ലോ. എനിക്കൊന്നും മിക്കവാറും ഇന്ദ്രന്റെ പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്നെ കാണാം ഫ്രണ്ട്സ്. നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.